എക്സാം വന്നോ ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ റെക്ടാംഗിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തരും, എന്നിട്ട് അതിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ പറയും. നിങ്ങൾ വിചാരിക്കും എന്ത് മണ്ടൻ ക്വസ്റ്റ്യനാ, സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ചെയ്യാലോ എന്ന്. പക്ഷെ ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് എപ്പോഴും ലെങ്ത്തും ബ്രെഡ്ത്തും മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് തരിക. ഇതാണ് ഇവരുടെ കളി. അപ്പൊ നമ്മൾ എങ്ങനെയാ കാണുക? സാധാ പോലെ 1 × 4/3 ഇതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. അതായത് 1 × 2/4 ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 3 1/2 ആണ്. ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇതിന് എന്ത് ചെയ്യണം? ഇതിനെ നമ്മളുടെ സ്വന്തം ഫ്രാക്ഷനിലേക്ക് മാറ്റും. അതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്. നമ്മളുടെ കുട്ടികൾ ഇങ്ങനെയാ ചെയ്യുക, അല്ലാത്തവരെന്ത് ചെയ്യും? തെറ്റിച്ച് വെറുതെ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ നോക്കിയടാ, 1 4 2/4, അതായത് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ 4 × 1 ചെയ്യാം. 4 × 1 എത്രയാണ്? 4 ആണ് അല്ലെ. ഇനി അടുത്തത് ഇതിനോട് 2 കൂട്ടുന്നു, 4 + 2 ബൈ എന്താണോ ഡിനോമിനേറ്റർ അത് എഴുതുന്നു, ഇൻറ്റു ഇതിനെങ്ങനെയാ ചെയ്യുക? 2 × 3 എത്രയാ? 6 ആണ്. 6നോട് എന്ത് കൂട്ടുന്നു? ഈ 1 കൂട്ടുന്നു, ബൈ എന്താണോ ഡിനോമിനേറ്റർ അത് എഴുതി കൊടുക്കുന്നു. അതായത് എന്ത് വരും? 4 + 2 6 ആണ്, ബൈ 4 ഇൻറ്റു 6 + 1 7/2. ഇനി ഇതിനെ കുറിച്ച് നോക്കി എത്ര കിട്ടുക? 7 × 6 × 7 35 42 കിട്ടും അല്ലെ. 42/8 ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ വേറെ ഇത് ഈ വീഡിയോ ഒന്നും കാണാത്ത എജുപോണിന്റെ മക്കളല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അവരൊന്നും ഈ വീഡിയോ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ പോലെ ഒരു ഇതിൽ അവസാനിപ്പിച്ച് വെക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബ്രില്യൻ കുട്ടികളാണ്, നമ്മൾ അങ്ങനെ ചെയ്യൂല. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 42/8 എങ്ങനെ ഒന്നും ഇടൂല. 42/8 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ചിലപ്പോണ്ടല്ലോ 1/2 മാർക്കേ കിട്ടുള്ളൂ. 42/8 നമ്മൾ എന്ത് ചെയ്യും? മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റും. അതിന് മിസ് ചെയ്യുന്ന എന്താ അറിയോ? ആദ്യം 42നെ 8 കൊണ്ട് ഹരിക്കും. എത്ര 8 ആണത്? 5 8 ആണ് അല്ലെ. 5 8 40 ആണ്. 2 ശിഷ്ടം വരും. ഓക്കെ, ഇതിനെങ്ങനെയാ മിക്സ്ഡ് ഫ്രാക്ഷൻ എഴുതാ? മുകളിൽ കിട്ടിയ ആൻസർ ആദ്യം എഴുതും, ദെൻ ഡിനോമിനേറ്റർ മുകളിൽ എഴുതും, ബൈ എന്തുകൊണ്ടാണോ ഹരിച്ചത് അത് എഴുതും. 5 2/8 ആയിരിക്കും ആൻസർ. ഇതിന് കുറച്ചുകൂടി അടിപൊളിയാക്കി എഴുതണമെങ്കിൽ 2/8നെ 2നെ 2 കൊണ്ട് ഹരിച്ചു നോക്ക്, 1/4 കിട്ടും അല്ലെ. അതായത് 5 1/4 എന്ന് എഴുതിയാലും വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങൾ മറക്കണ്ട, ഇത് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരുപാട് പ്രഡിക്ഷൻ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ നമ്മളുടെ കമന്റിൽ പ്രഡിക്ഷൻ കമന്റ് ചെയ്യുക കേട്ടോ. നമ്മൾ സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഫുൾ ക്വസ്റ്റ്യൻസ് നാളെ എന്തൊക്കെയാണോ കാണാൻ പോകുന്നത് അവന്മാരൊക്കെ പ്രഡിക്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, ദെൻ സെറ്റ്, അടിപൊളി. നമുക്ക് നാളത്തെ എക്സാം കളറാക്കാം.